അമ്പലപ്പുഴയിലെ ജീവിതത്തിലെ ഞാൻ പറഞ്ഞ പോലെ നാടകരംഗവുമായിട്ടും കലാസാംസ്കാരിക പ്രവർത്തനവുമായിട്ടും ഉള്ള എൻ്റെ ഒരു ജീവിതമാണ് എൻ്റെ വളരെ എനിക്ക് ഗുണം നൽകിയ എൻ്റെ വ്യക്തിത്വത്തിൽ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും മഹാനായ തകഴിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഒത്തിരി എൻ്റെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ കുറച്ച് എഴുതാൻ തുടങ്ങിയതും എന്താ പറയുക ഈ കലയെന്ന് പറയുന്നത് നമുക്ക് പറ്റും, നാടകം എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നാടകത്തിന് ഗാനങ്ങൾ എഴുതാൻ പറ്റും, കവിത എഴുതാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു മനസ്സിൻ്റെ ഒരു അഭിവാഞ്ച കൂടുതൽ പ്രകടമാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ പറയുന്ന 20 വയസ്സ് പോലും തികയാത്ത അവസ്ഥയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് വരികയും അവിടുന്ന് ഈ പറയുന്ന പൊതുപ്രവർത്തന രംഗത്തും നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വളർച്ചയിൽ ഒത്തിരി സഹായിച്ച കാര്യങ്ങളാണ്. ഈ ഞാൻ പുറക്കാട് ഉണ്ടായിരുന്ന ഒരു ഏഞ്ചൽ തിയേറ്റേഴ്സ്, ചേർത്തല തപസ്യ, ആലപ്പുഴ വിശ്വകലാവേദി ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ പങ്കെടുത്തിരുന്നു. പിന്നെ സീതാൻ ജോസഫ് ചേട്ടനായിട്ട് നല്ല ബന്ധമായിരുന്നു. നാടകം എന്താണെന്നറിയണം, നാടകത്തെപ്പറ്റി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അഭിനയമല്ലായിരുന്നു അന്നേരം എനിക്ക് കൂടുതലിഷ്ടം. ഈ പറയുന്ന ഈ നാടകത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങളും നാടകത്തിൻ്റെ ടെക്നോളജിയൊക്കെ ഞാനിപ്പോഴും ആലോചിക്കുന്നു. നമുക്ക് അന്ന് വളരെ റിസ്ക് എടുത്ത് ലൈറ്റിലും സൗണ്ടിലും ഒക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഈ മൂലമറ്റത്തുനിന്ന് ഞാൻ ജോലി കാലിക്കറ്റിലോട്ട് എനിക്ക് താമസം ട്രാൻസ്ഫർ കിട്ടി. കാലിക്കറ്റ് ഞാൻ ചെന്നപ്പോൾ പോലും അവിടെ ഞാൻ നിരവധി തവണ ഈ പത്മരാജൻ സാറിൻ്റെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 സംവിധായകരായിട്ട് അന്ന് എൻ്റെ മനസ്സിൽ ഗുരുസ്ഥാനീയരായിട്ട് കണ്ടിരുന്ന പത്മരാജൻ സാറും ഭരതേട്ടനും IV ശശി ആണ്. അപ്പം നിരവധി പ്രാവശ്യം പത്മരാജൻ സാറിൻ്റെ ഒക്കെ പോയി. അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ഇങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഒത്തിരി പേര് നിൽപ്പുണ്ട്, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ കാലിക്കറ്റ് ചെന്നപ്പോൾ ആദ്യം ഭരതേട്ടനെ കാണാനായിട്ട് ഞാൻ മദ്രാസിൽ നിരവധി പ്രാവശ്യം പോയി. ശമ്പളം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ശമ്പളം കിട്ടുമ്പം അന്ന് 1100 രൂപ എങ്ങാണ്ടായിരുന്നു ശമ്പളം. ഈ ശമ്പളം മേടിച്ചാൽ അപ്പം തന്നെ വണ്ടി കയറി മദ്രാസിൽ പോകുമായിരുന്നു. ഇതിനിടയ്ക്ക് സമയം കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇപ്പോഴും ആലോചിക്കുന്ന അവിടെ VC ശശിയേട്ടൻ എന്ന് പറയുന്ന പുള്ളി മരിച്ചുപോയ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. പൃഷ്ഠ എന്നൊക്കെ പറയുന്ന പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൻ്റെ അന്ന് അവാർഡ് കിട്ടിയ ക്യാമറമാനാണ് പുള്ളി. അദ്ദേഹം ആയിരുന്നു. പിന്നെ G മുരളി, ഇന്നത്തെയും പ്രഗത്ഭനായ എഡിറ്റർ. ഈ ശശിയേട്ടനൊക്കെയാണ് എന്നെ കൊണ്ട് ഇതാണ് AVM സ്റ്റുഡിയോ, ഇതാണ് സത്യ സ്റ്റുഡിയോ, ഇതാണ് വിജയവാഹിനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റുഡിയോസ് കാണിക്കുകയും എൻ്റെ ഈ ശമ്പളം തീരുന്നിടം വരെ ഞങ്ങളവിടെ കറങ്ങി നടക്കുകയും ശമ്പളം തീർന്നു കഴിയുമ്പോൾ തിരിച്ചു വരികയും അങ്ങനെ എല്ലാ മാസവും പോരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഈ ഒരു തിരക്കിനിടയിൽ സിനിമയോടുള്ള ഒരു ഇഷ്ടം കാരണം. അപ്പം ഞാൻ ഈ നാടകരംഗത്ത് ഇങ്ങനെ വന്നു. എന്തുകൊണ്ട് നിനക്ക് നല്ല ഭാവനയുണ്ട്, നിനക്ക് എഴുതാൻ പറ്റും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമ നിനക്ക് നല്ലൊരു സംഭവമാണ് എന്നെനിക്ക് പറഞ്ഞു തന്നത് ഈ പറയുന്ന അമ്പലപ്പുഴയിലെ സുഹൃത്തുക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സിനിമ ഒന്നും സ്വപ്നത്തിൽ പോലും കുട്ടനാട്ടുകാരനായ എനിക്കില്ലായിരുന്നു. എൻ്റെ മനസ്സിലോട്ടത് കയറ്റിവിട്ടത് ഇങ്ങനെ എന്തുകൊണ്ട് നിനക്കും നാളെ ഒരു ഡയറക്ടറോ ഒക്കെ ആകാൻ പറ്റില്ലേ എന്നുള്ളത് കയറ്റിവിട്ടത് ഈ പറയുന്ന സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്, കാലിക്കറ്റ് എന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശശിയേട്ടനെ കാണാൻ പോകുമ്പോൾ ശശിയേട്ടൻ എന്നോട് പറഞ്ഞു, എടാ ഇതിനകത്ത് നിറച്ച് ഇതാണ്, ഒരു കാര്യം ചെയ്ത് നീ ഒരു വേഷം ചെയ്യാൻ പറ്റുമോ നിനക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേഷമോ? അതെ, ഇതിനകത്തൊരു വേഷമുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞിട്ട് അതിനകത്ത് റാണി പത്മിനിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന, മോഹൻലാൽ പ്രണയിക്കുന്ന റാണി പത്മിനിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു പയ്യൻ്റെ വേഷമുണ്ട്, അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു. ഇടനിലങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ കാലിക്കറ്റ് ഞാൻ പോകും അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഈ അമ്പലപ്പുഴ താമസിച്ച വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായ മാറ്റമാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ കാലിക്കറ്റ്. അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സിനിമയോടുള്ള ഒരു ഇഷ്ടവും സിനിമയെ പറ്റിയുള്ള എൻ്റെ പരിചയവും പറഞ്ഞാൽ വളരെ രസകരമായ കാര്യമാണ്. കാരണം ഈ നാടകവും
പിന്നെ നാടകമെഴുത്തും നാടകരചനയും നാടകാഭിനയവും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗുരു എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഉദയ സ്റ്റുഡിയോയുടെ വേലിക്കെട്ടിൻ്റെ പുറത്ത് നിന്ന് ഷൂട്ടിങ് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരവസ്ഥയാണ്. ഷൂട്ടിങ് ആകുന്നൊരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുണ്ട്, അതിലോടിച്ച് ഞാൻ ഈ പറയുന്ന ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലും. ഇപ്പോഴും ആലോചിക്കുന്നത് ഞാനത് ഒരു ദിവസം അത് സ്ഫോടനമായിരുന്നു തോന്നുന്നു. അന്ന് മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടി എന്നല്ല, സജനോ അങ്ങനെ കണ്ട് പേരില്ല മമ്മൂട്ടി എന്നറിയുന്നത്. മമ്മൂട്ടിയും അതും സ്ഫോടനത്തിൻ്റെ പി ജി വിശ്വംഭരനായിരുന്നു ഡയറക്ടറെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഷൂട്ടിങ് നടക്കുമ്പം സ്ഥിരമായിട്ട് ഈ മോട്ടോർ ബൈക്ക് വന്ന് ഒരാളിങ്ങനെ നിൽക്കും. കുറേ നേരം ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ട് പോകുന്ന ഒരാളെ ശാരംഗപാണി ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം ശാരംഗപാണി ചേട്ടനാണ് എന്നോട് പറയുന്നത്, വിളിച്ചിട്ട് പറഞ്ഞു അകത്തിരിക്കാമെന്നും പറഞ്ഞ് എന്നെ അകത്തിരുത്തി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയ സിനിമ ഷൂട്ടിങ് കാണാനായിട്ട് എന്നെ വിളിച്ചിരുത്തി. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ്, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പം ജോലി ജസ്റ്റ് കയറിയുള്ളൂ, എനിക്ക് സിനിമ വലിയ ഇഷ്ടമാണ്, ഇന്നാണ്. ഇപ്പോൾ വിനയൻ അമ്പലപ്പുഴ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അവിടെ നിന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് സത്യത്തിൽ എൻ്റെ സിനിമയുടെ ഗുരു എന്ന് പറയാവുന്നത് അത്തരം ഉദയ സ്റ്റുഡിയോയുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഷൂട്ടിങ് കണ്ട ഒരു പരിചയമാണ് എൻ്റെ സിനിമയോടുള്ള ഒരു ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവരെയൊന്നും ശാരംഗപാണി ചേട്ടനൊക്കെ എന്നെ ക്ഷമ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓരോ കാര്യവും ഇതെന്താണ് ആ ലൈറ്റ് മേളിൽ കെട്ടി വെച്ചിരിക്കുന്നത് എന്താണ്, പുള്ളിക്ക് അതിനെപ്പറ്റി അറിയാൻ മേല. പുള്ളി അതൊന്നും എനിക്കറിയാൻ മേല, ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണ് വിനയ, ഞാൻ പറഞ്ഞത് അത് എനിക്കറിയാൻ ചേട്ടാ. അപ്പോൾ അങ്ങനെ പക്ഷേ എന്നോട് വലിയ വാത്സല്യം ഉണ്ടായിരുന്നു ശാരംഗപാണി ചേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം എനിക്കൊത്തിരി ജീവിതത്തിൽ ഈ പറയുന്ന സിനിമയിലോട്ട് എനിക്ക് സിനിമ പറ്റും, എനിക്ക് സിനിമ വേണേൽ കയറാൻ പറ്റും എന്ന് പറയുന്ന പോലെ പണ്ടൊരു യൂണിറ്റ് ബോയ്ക്ക് സ്വീകരണം കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിനയനിൽ നിന്നും ഒരു സിനിമയ്ക്കകത്തോട്ട് സിനിമാക്കാരുമായിട്ടൊന്ന് സംസാരിക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് പറ്റുമെന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഞാൻ വരാൻ കാര്യം ഈ ഉദയ സ്റ്റുഡിയോയും ഈ ശാരംഗപാണി ചേട്ടനുമൊക്കെയാണ്. അങ്ങനെ പിന്നെ സ്ഥിരം അവിടെ എന്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഞാൻ പോകുമായിരുന്നു. ഏത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ശാരംഗപാണി ചേട്ടൻ എങ്ങനെയെങ്കിലും എന്നെ വിവരം അറിയിക്കുമായിരുന്നു, ഞാൻ എത്തുമായിരുന്നു അവിടെ ഷൂട്ടിംഗ് കാണാനായിട്ട്. അങ്ങനെ സിനിമ എന്ന് പറയുന്നത് എന്തുകൊണ്ട്, അപ്പം എൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കിയിട്ട് എന്നോട് ചോദിച്ചവരുണ്ട്, സത്യസന്ധമായിട്ട് എന്നോട് ചോദിച്ചവരുണ്ട്, നിനക്കെന്താടാ സിനിമാക്കാരനാകാൻ പറ്റില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ നാടകമായിരുന്നു അന്നത്തെ തട്ടകം, മനസ്സിലായി. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറിയപ്പോൾ അന്ന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ജോലി കയറിയപ്പോൾ തന്നെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, അതായത് CPM നേതൃത്വത്തിലുള്ള ഒരു അസോസിയേഷനിലായിരുന്നു, യൂണിയനിലായിരുന്നു അന്ന് ജോലിക്ക് കയറിയപ്പോൾ തന്നെ. അതിനിടയ്ക്ക് ഒരു സമരം ഉണ്ടായി, ഭയങ്കര സമരം ഉണ്ടായിട്ട് ഈ യൂണിയൻ്റെ ലീഡർഷിപ്പിലുള്ള പ്രവർത്തകരെയൊക്കെ പോലീസ് ടവർ മറിച്ച് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ സമരമായിരുന്നു. ബാലകൃഷ്ണപിള്ള സാറായിരുന്നു അന്ന് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ. ഈ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനപ്പെട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അവരെല്ലാം ഒരു ഒളിയിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു, വിനയനെ അന്വേഷിച്ചിട്ട് ഈ സമരക്കാർ ഭയങ്കര സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്, നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നു. ഞങ്ങളെയൊക്കെ അന്ന് ബോർഡ് ഭയങ്കര സമരത്തിലായിരുന്നു, സ്ട്രൈക്കിലായിരുന്നു. അങ്ങനെ ഒളിവിൽ ഇരിക്കുന്നെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒളിവിലിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു പിന്നെ അന്ന് നാടകം ഉണ്ടായിരുന്നു. മാലു ശ്രീധരൻ സാർ എന്ന് പറയുന്ന ആൾ എന്നെ അന്വേഷിച്ച് വരികയാണ്, രാമഗിരി നാടകമുണ്ട്, കളിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്, ഇവിടുത്തെ ഡിവിഷൻ സെക്രട്ടറിയാണ്, അപ്പോൾ അത് പോലീസ് അന്വേഷിക്കും, സമരം ഭയങ്കര ശക്തമാണെന്നൊക്കെ പറഞ്ഞ് ടവർ മറിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനൊന്നും പോയില്ലെങ്കിലും പ്രശ്നം വഷളാകുമെന്ന് പറഞ്ഞു. അതിൽ ഇന്ന് നാടകം കളിച്ചില്ലെങ്കിൽ വലിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ആലോചിക്കുന്നു, അവിടുന്ന് പോയിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ രാമഗിരി പോയിട്ട് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന നാടകം അഭിനയിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു, വിനയ നിങ്ങളെയൊക്കെ പിടിക്കണമെന്നും പറഞ്ഞാണ്, അതുകൊണ്ട് മുന്നേ വന്ന് കേട്ടുകൊണ്ട് എനിക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. സമരം നടക്കുന്ന കണ്ടീഷനാണ്. ഞാനാകെ ഭയന്നുപോയി. അവസാനം പുള്ളി പറഞ്ഞു പെട്ടെന്ന് ഒന്ന് മാറിക്കോളാൻ പറഞ്ഞു. ഈ മാലു ശ്രീധരൻ സാറ് പിറ്റേ ദിവസവും നാടകമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാടകത്തിന് വരില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തെ നാടകം പുള്ളി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഈ നാടകം എന്ന് പറയുന്നത്, ഈ നാടകം നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ പ്രൊഫഷണൽ ട്രൂപ്പുകളല്ല, ചെറിയ പ്രൊഫഷണൽ ട്രൂപ്പുകൾ, മാലു ശ്രീധരൻ്റെ വിശ്വകലാവേദി എന്നൊക്കെ പറയുന്ന ചെറിയ പ്രൊഫഷണൽ ട്രൂപ്പുകൾ. അത്തരം നാടക സമിതികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അത്തരം നാടകക്കാരുടെ പ്രശ്നങ്ങൾ ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ ആയിരുന്നു ഞാൻ
ആലപ്പുഴയിൽ ട്രാൻസ്ഫർ കിട്ടി വരികയാണ്. ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ട്രൂപ്പ് തുടങ്ങുന്നു. ഉദയകല എന്നാണ് അതിൻ്റെ പേര്. KPSC CPI നടത്തുന്ന പോലെ CPM ഒരു നാടകസമിതി നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഗൗരിയമ്മയായിരുന്നു അന്ന് അതിൻ്റെ. ഗൗരിയമ്മയൊക്കെ പാർട്ടിയിലുള്ള സമയമാണ് എൻ്റെ പ്രസിഡൻറ്റ്. NB തിരുവിക്രമപിള്ള എഴുതുന്ന ഒരു നാടകം കിളിച്ചിലച്ചു എന്ന് പറയുന്ന നാടകം തീരുമാനിച്ചു. അപ്പോൾ ആ നാടകത്തിലെ പ്രധാന കഥാപാത്രം ആയിട്ട്, അപ്പോൾ അതിന് മുമ്പൊരു സംഭവം ഉണ്ടായത്, അതിനു മുമ്പൊരു നൊമ്പരം കൊള്ളുന്ന കാട്ടുപൂക്കൾ എന്നുള്ള നാടകം, അത് ഈ സമിതിയിൽ തന്നെയായിരുന്നു. ഈ സമിതിയുടെ ആദ്യത്തെ നാടകമായിരുന്നു. ആ നാടകത്തിലെടുത്തപ്പോൾ അതിനകത്ത് വക്കം ഷക്കീറിനെന്തോ അസൗകര്യം വന്നിട്ട് അദ്ദേഹം നാടകത്തിൽ ഒഴിവായപ്പം അന്ന് തൃശ്ശൂർ നാടക NGO യൂണിയൻ്റെ നാടകം കളിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. എനിക്കാണെങ്കിൽ ഡയലോഗ് അറിയില്ല, ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ റിഹേഴ്സൽ ക്യാമ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, വിനയൻ കോട്ടക്കൽ വിശ്വൻ ചേട്ടൻ എന്നും പറഞ്ഞ അന്ന് ആലപ്പുഴയിലെ പാർട്ടിയുടെ MN കുറുപ്പ് ചേട്ടനും, പുള്ളി മരിച്ചുപോയി, പുള്ളിയൊക്കെ ആയിരുന്നു അതിൻ്റെ സാരഥികൾ. പുള്ളി പറഞ്ഞു വിനയനെ കൊണ്ട് പറ്റും, ഒറ്റ ഡയലോഗും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്താ ക്യാരക്ടർ, ഒരു ഫോറസ്റ്റ് റേഞ്ചറുടെ ക്യാരക്ടറായിരുന്നു, ഒരു വളരെ സൽസ്വഭാവിയായ ഒരു ഫോറസ്റ്റ് റേഞ്ചർ, അതിൻ്റെ ഹീറോ ക്യാരക്ടറായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്ന നാടകം കളിക്കാൻ പോയിട്ട് എൻ്റെ ക്യാരക്ടർ വിജയിച്ചു, കൂടെ അഭിനയിച്ചവരൊക്കെ പൊളിഞ്ഞു പോയി. കാരണം ഞാൻ വായി തോന്നുന്ന ഡയലോഗൊക്കെ കറക്റ്റ് കഥയ്ക്ക് അനുയോജ്യമായിട്ട് തന്നെ പറഞ്ഞു. കൗണ്ടർ ഡയലോഗ് പറയുന്നവർ വളരെ കഷ്ടപ്പെട്ടു. ഈ ഡയലോഗിനെ കൗണ്ടർ അവർക്ക് പറയാൻ പറ്റാതെ വന്നു. പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇന്നും അവർ പറയുന്നുണ്ടായിരുന്നു. NGO യൂണിയൻ്റെ മീറ്റിങ്ങിൽ ഫംഗ്ഷനിൽ അത് വളരെ സക്സസ് ആയിരുന്നു. അപ്പം ഒരു ഡയലോഗും പഠിക്കാതെ വണ്ടിയിലിരുന്ന് ഈ പുസ്തകം വായിച്ചിട്ട് പോയി അഭിനയിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ അടുത്ത നാടകം ഇത് വന്നപ്പോൾ NB തിരുവിക്രമപിള്ള എഴുതിയ നാടകം വന്നപ്പം അതിനകത്ത് പ്രധാന ക്യാരക്ടർ ഞാൻ ചെന്നൈ ചെയ്യണമെന്ന് പറഞ്ഞു. നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നു. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. കാരണം അത് അന്ന് MV രാഘവൻ എന്ന് പറയുന്ന പാർട്ടി ലീഡർ എന്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആ കാലഘട്ടമായിരുന്നു. അപ്പം ഈ നാടകം വടക്ക് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ 100 കണക്കിന് സ്റ്റേജുകൾ ഉദ്ഘാടനത്തിന് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ ഉണ്ട് ഈ നാടകത്തിൽ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരുന്നു കൂടുതലും വടക്കൻ കേരളത്തിലായിരുന്നു ബുക്ക് ചെയ്തത്. KPSC പോലൊരു ട്രൂപ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 100 കണക്കിന് നാടകങ്ങൾ, ഒരു അഡ്വാൻസ് പോലും മേടിക്കാതെ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്തുണ്ട്, ഞങ്ങളെ കൂടാതെ. ഒറ്റപ്പാലം പപ്പൻ, സക്കീർ ഹുസൈൻ, കുറേ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്ന നാടകം, ആ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സൽ നാളെ ഉദ്ഘാടനമാണ്. നാടകം ഏതാണ്ട് 10-250 നാടകം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സൽ ക്യാമ്പിൽ എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വന്നിട്ട് ഈ നാടകം കാണുകയാണ്. നാടകം കണ്ടിട്ട് ഞങ്ങളെയൊക്കെ പാർട്ടി ഓഫീസിലോട്ട് ആലപ്പുഴ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഈ നാടകം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഈ നാടകം നമ്മൾ കളിക്കുന്നില്ല, ഈ നാടകം വേണ്ട. അതിനകത്ത് അന്ന് പറഞ്ഞത് പാർട്ടി നേതാക്കന്മാരെ എന്തോ കളിയാക്കുന്നത്. NB തിരുവിക്രമപിള്ള എന്ന് പറയുന്ന അസാമാന്യ ബുദ്ധിശാലിയും മഹാനായൊരു സാഹിത്യകാരനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. പുള്ളി മരിച്ചുപോയി. പുള്ളി എന്തോ മനസ്സിലെന്തോ വെച്ചുകൊണ്ട് പാർട്ടിയെ എന്തോ കളിയാക്കുന്ന രീതിയിൽ എന്തോ എഴുതി എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അതൊന്നും നമുക്കന്ന് ഫീൽ ചെയ്തിരുന്നില്ല. മാത്രമല്ല ഞാൻ വളരെ ശക്തിയായിട്ട് അത് വാദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊന്നും പാർട്ടിയെയും അല്ലെ പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളെയൊന്നും ബാധിക്കത്തില്ല. ഇപ്പം KPSC മൃച്ഛകടികം പോലുള്ള അല്ലെങ്കിൽ പുരാണ കഥാപാത്രങ്ങളെയൊക്കെ വെച്ചുള്ള എത്രയോ നാടകങ്ങൾ ഇറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാർട്ടിയുടെ നയങ്ങളെയോ പാർട്ടിയുടെ വിശ്വാസത്തെയോ ബാധിക്കുമോ, അതുകൊണ്ട് അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് വിലപ്പോയില്ല. പാർട്ടി കർശനമായിട്ട് പറഞ്ഞു ആ നാടകം കിളിച്ചിലച്ചു എന്ന് പറയുന്ന നാടകം കളിക്കേണ്ട, ഉദയകല ട്രൂപ്പ് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നായിരുന്നു തീരുമാനമെടുത്തത്. ഒരു ഞെട്ടിക്കുന്ന തീരുമാനം തന്നെയായിരുന്നു അത്. അന്ന് ആലപ്പുഴ ഒരു നരസിംഹപുരം ലോഡ്ജിൽ
ആയിരുന്നു ഞങ്ങൾ താമസിക്കുന്നതൊക്കെ. പിന്നെ കളക്ട്രേറ്റിന് ഓപ്പോസിറ്റുള്ള, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ലോഡ്ജും ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു തീരുമാനം വന്നപ്പം ഈ സമിതിയിൽ അഭിനയിക്കുന്ന ഞാനൊഴികെ ബാക്കി എല്ലാവരും നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. നാടകം മാത്രമാണ് അവരുടെ തൊഴിൽ. എനിക്കൊരു ഉദ്യോഗമുണ്ട്, മനസ്സിലായോ? എനിക്ക് ഇവരുടെ ഒരു കരച്ചിൽ, കാരണം ഇവരൊരാളും അഡ്വാൻസ് പോലും മേടിച്ചിട്ടില്ല. പാർട്ടിയുടെ ട്രൂപ്പാണ്, 100 കണക്കിന് നാടകങ്ങൾ കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു അഡ്വാൻസ് പോലും ഇവർ മേടിച്ചിട്ടില്ല. ആ അവസ്ഥയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു മരണവീട് കണക്കായിരുന്നു ഈ സംഭവം കേട്ടപ്പം. അപ്പോൾ എന്നോട് ഇവരെല്ലാം കൂടി പറയുകയാണ്, വിനയൻ ഉദ്ദേശിച്ചാൽ ഈ ട്രൂപ്പ് നമുക്ക് ഈ നാടകം ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിരോധിച്ച് വെച്ചിരിക്കുന്ന ഒരു നാടകം നമ്മൾ നടത്തി ഒരു ഗ്രൂപ്പ് നമുക്ക് ഓപ്പോസിറ്റ് ആകും, അല്ല വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ട് നമുക്ക് വേണ്ടി ഇത് നടത്തണം. അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ട് അഭിനയിക്കുന്ന 10-12 പേരോട് തോന്നിയ ഒരു സ്നേഹവും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വദേശാഭിമാനി തിയേറ്റേഴ്സ് ആലപ്പുഴ എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് ഒറ്റ രാത്രി കൊണ്ടൊരു ട്രൂപ്പ് ഉണ്ടാക്കും. ഈ കോട്ടക്കൽ വിശ്വഞ്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആ നാടക ട്രൂപ്പ് പിരിച്ചുവിടി, നിങ്ങൾ അതിൻ്റെ സെറ്റുമൊക്കെ സുജാതം വരച്ച സെറ്റുമൊക്കെ ഞങ്ങൾക്ക് തരണം. അങ്ങനെ അത് തന്നു. ഞാൻ പാർട്ടിയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞ ചില തിരുത്തലുകൾ വരുത്തുന്നു, വിമർശന വിധേയമായിട്ട് നിങ്ങൾ പറഞ്ഞ തിരുത്തലുകൾ വരുത്തിയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ കിളിചിലച്ചു അവതരിപ്പിച്ചു. പക്ഷേ അത് ഭയങ്കര ന്യൂസായിപ്പോയി. പാർട്ടി നിരോധിച്ചിട്ടും കിളിചിലച്ചു എന്നൊക്കെ പറഞ്ഞ് മനോരമ പത്രത്തിലൊക്കെ ഭയങ്കര ന്യൂസ് വരുന്നു. ഞാനെന്തോ ഇവരെ വെല്ലുവിളിച്ചിട്ട് നാടകം ചെയ്യുന്നു. സത്യത്തിൽ അതൊന്നും അല്ലായിരുന്നു. കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു നാടകം ആ സീസണിൽ അഭിനയിച്ചില്ലേ വീട് പട്ടിണിയാകുന്ന 10ഓളം കലാകാരന്മാർക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇത് ഏറ്റെടുത്തത്. ഞങ്ങൾ ആ ട്രൂപ്പ് ഏറ്റെടുത്തു. ആ നാടകം കുറേ കളിച്ചു. വിജയഗാഥ എന്നതിൻ്റെ പേര് മാറ്റി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ പിന്നെ ഏതാണ്ട് 4 വർഷത്തോളം ഒരു ട്രൂപ്പ് ഓണറും നാടക നടനും നാടക രചയിതാവും നാടക സംവിധായകനും. അടുത്ത നാടകം ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്തു. അങ്ങനെ ഒരു ട്രൂപ്പ് നടത്തുന്ന ആളായിട്ട് മാറി. അന്നൊരു വണ്ടി മേടിച്ചു. എനിക്കൊരു 4 വർഷം കൊണ്ടൊരു 4-5 ലക്ഷം രൂപ നാടകം നടത്തിയിട്ട് പോയി. നാടകമൊക്കെ അന്ന് ഭയങ്കര നടന്ന ഒരു ട്രൂപ്പും വിജയിക്കുന്ന വലിയ പാടാണ്. അങ്ങനെ നാടക ട്രൂപ്പ് നടത്തി കുറേയധികം പൈസ. പക്ഷേ ഒരു സത്യം ഉണ്ടായിരുന്നു, ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നാടക ട്രൂപ്പ്. നാടക രചനയും നാടക സംവിധാനവും നാടക ഗാനരചനയും എല്ലാ തലങ്ങളിലും നാടകത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ എൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ് പിന്നെ ഞാൻ സിനിമ എടുക്കുമ്പോൾ മദൻലാലായിട്ട് വന്ന ശശികുമാർ. നാടകത്തിൽ അഭിനയിക്കാൻ വന്ന ആളാണ്. അതിൻ്റെ ചരിത്രത്തിലോട്ട് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ഈ ട്രൂപ്പ് ഏറ്റെടുത്ത് 4-5 വർഷം കൊണ്ട് 4-5 ലക്ഷം രൂപയും കളഞ്ഞ് ഒരു എന്താ പറയുക, ഒരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലോട്ട് അവസാനം വന്നു. പക്ഷേ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കുറേ നാടക കലാകാരന്മാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. ഇന്നും നാടക കലാകാരന്മാർക്ക് വേണ്ടി സവാക്ക് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ടത് ഉണ്ടാക്കണം, അവരുടെ ഒരു ക്ഷേമനിധിക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങാനും അതിനെ സഹായിക്കാനും ഒക്കെ എനിക്ക് മനസ്സ് വന്നാൻ കാര്യം ഞാൻ ശരിക്കും അതിനകത്ത് അനുഭവം അറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ കല എന്ന് പറയുന്നത്, യഥാർത്ഥ റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ ഒരു അഭിനയം എന്നൊക്കെ പറയുന്നത് സുല്ലിട്ടെടുക്കാൻ പറ്റാത്തത് നാടകമാണ്. സിനിമയിൽ ഒരാൾ ഒരു ടേക്കിൽ ഓക്കെ ആക്കിയില്ലെങ്കിൽ നമുക്ക് 50 ടേക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നു 20ഓളം പുതുമുഖങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു 10-15ഓളം പേര് ഇന്നും മലയാളത്തിന് ലൈം ലൈറ്റിലുണ്ട്. ഇപ്പോൾ അനൂപ് മേനോനെ, ജയസൂര്യ, ഇന്ദ്രജിത്തെ, മണിക്കുട്ടനെ, ഇങ്ങനെ കുറേ നായകന്മാരെ ഞാൻ സിനിമയിലോട്ട് കൈപിടിച്ച് കൊണ്ടുവന്നവരാണ്. ആദ്യമായിട്ട് സെല്ലുലോയിഡിലോട്ട് കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്ര ടേക്ക് നമ്മൾ റീടേക്ക് എടുത്തിട്ടാണ് ഇവരെ ഓരോരുത്തരെയും ഓരോ ഷോട്ടിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ നാടകത്തിന് അത് പറ്റില്ല. തെറ്റിപ്പോയി സാറേ, സുല്ലിട്ടിട്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? കൂല് കിട്ടത്തില്ലേ? നാടകം എന്ന് പറയുന്നത് സ്പോട്ടിൽ, റിയലിസ്റ്റിക്കായിട്ട് ആ സ്പോട്ടിൽ കല മനസ്സിലുണ്ടായിരിക്കണം. അത് ചെയ്തേ പറ്റത്തുള്ളൂ. മറ്റേ കല കുറച്ചൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റും, ലൈറ്റിന് ചെയ്യാൻ പറ്റും, ഒത്തിരി സാഹചര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഗ്രാഫിക്സ് പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നാടകം അതല്ല. നാടകം വളരെ ഓപ്പണായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അപ്പോൾ സ്പോട്ടീവായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള നാടക കലാകാരന്മാർ സത്യത്തിൽ അവരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഇന്ന് നാടകം എന്ന് പറയുന്ന പ്രത്യേകിച്ച് എനിക്കറിയില്ല, ഇന്ന് സീരിയലൊക്കെ വന്നപ്പോൾ നാടക കലാകാരന്മാർ കുറേ അധികം പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് അത്രയും സീരിയലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നാടകത്തിൽ ജീവിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടുണ്ടായ ഒരു അനുഭവങ്ങൾ കണക്ക് തന്നെ നാടകരംഗത്ത് നാടകത്തിൽ അഭിനയിച്ച് ജീവിക്കുന്ന അസാമാന്യ കഴിവുള്ള കലാകാരന്മാരുടെ
മനസ്സിൻ്റെ വേദനയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 4-5 വർഷം ട്രൂപ്പ് നടത്തിയുണ്ട്. അതായിരുന്നു അതിൻ്റെ വിജയം. അമ്പലപ്പുഴയിലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ചാൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് തകഴിച്ചേട്ടനുമായിട്ട് പരിചയപ്പെടാൻ പറ്റിയതാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആണെന്ന് തോന്നുന്നു, ഒരിക്കലും ഇങ്ങനെ കുട്ടനാട്ടിൽ നിന്ന് പെങ്ങെടുത്ത് വന്ന സമയത്ത് അന്ന് അനുഭവങ്ങൾ പാളിച്ചകളുടെ ഷൂട്ടിങ് നടക്കുകയാണ് ഇവിടെ തകഴിയിൽ. അന്നാണ് ഞാൻ തകഴിച്ചേട്ടനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അനുഭവങ്ങൾ പാളിച്ചകൾ സത്യൻ മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നു അവസാനത്തെ പടമായിരുന്നു. ആ പടം കഴിഞ്ഞപ്പം അദ്ദേഹം അതിൻ്റെ അവസാനത്തെ ചില സീനുകൾ പോലും സത്യൻ മാസ്റ്റർ മരിച്ചുകൊണ്ട് വേറെ ആളെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അന്ന് ഈ പറയുന്ന സിനിമയെപ്പറ്റിയൊക്കെ ഇഷ്ടവും സിനിമയെപ്പറ്റി പഠിക്കാനും ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഈ തകഴിച്ചേട്ടൻ്റെ കഥകളൊക്കെ അതിന് ശേഷവുമൊക്കെ ഞാൻ ഏറ്റവും അധികം കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യകാരൻ തകഴിച്ചേട്ടനാണ്. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കഥകൾ ജീവിതാനുഭവമായിട്ട് ബന്ധമുള്ള മണ്ണിൻ്റെ മണമുള്ള കഥകളായിരുന്നു. രണ്ടിടങ്ങഴി എന്ന് പറയുന്ന സിനിമ തൊട്ട്, അല്ലെങ്കിൽ ചെമ്മീൻ എന്ന് പറയുന്ന ലോകോത്തര പ്രണയകഥയായ സിനിമയോ, അല്ലെങ്കിൽ ഏണിപ്പടികൾ എന്ന് പറയുന്ന സിനിമയോ, കുട്ടനാടൻ പശ്ചാത്തലത്തിൽ നിന്ന് പോയി ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത് മൗസാർ ഇരുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കുകയും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ തന്നെ കാര്യം അതിമനോഹരങ്ങളായ വളരെ ശക്തമായ നോവലുകൾ സിനിമയാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ക്യാരക്ടർ. അനുഭവങ്ങൾ പാളിച്ചകൾ സത്യൻ്റെ ക്യാരക്ടർ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. തൊഴിലാളി നേതാവിനെ പറ്റി, അല്ലെങ്കിൽ പരീക്കുട്ടിയുടെ ക്യാരക്ടർ, രണ്ടിടങ്ങഴിയിലെ അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ രണ്ടാമതെടുത്ത് കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ചെയ്തിരുന്ന മിസ് കുമാരിയുടെ കഥാപാത്രം, ചുക്കെന്ന് പറയുന്ന സിനിമയിൽ ഷീല ചെയ്ത കഥാപാത്രം ഒക്കെ ഞാൻ തകഴിച്ചേട്ടൻ്റെ സിനിമകളെ തകഴിച്ചേട്ടൻ പരിചയപ്പെട്ടപ്പം ഞാൻ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു മഹാനായ കലാകാരൻ ആ സിനിമകളൊക്കെ ഞാനെടുത്ത് അത് ആ സിനിമകളെ പഠിക്കാനും ആ സിനിമകൾ കാണാനും ഒക്കെയുള്ളൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ഞാൻ ഇന്നും എനിക്ക് തോന്നുന്നത് വളരെ റിയലിസ്റ്റിക്കായ ഒരവസ്ഥ. ആ കൃതികളിലെല്ലാം രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ കൃതികളിലെല്ലാം നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അധമ സംസ്കാരത്തിൻ്റെയൊക്കെ കഥകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രത്യക്ഷമായിട്ട് പറയാതെ അതിമനോഹരമായ പ്രണയത്തിലൂടെയും മുഹൂർത്തങ്ങളിലൂടെയൊക്കെ അദ്ദേഹം അത് നമ്മുടെ സിരകളിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു വലിയ കഴിവുണ്ടായിരുന്നു തകഴിച്ചേട്ടൻ. ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ തന്നെ ജ്ഞാനപീഠ ജേതാവായ തകഴിച്ചേട്ടൻ ജീവിച്ചു മരിച്ചു. തകഴിച്ചേട്ടനുമായിട്ടുള്ള പരിചയം, തകഴിച്ചേട്ടനെ കാണാൻ സാധിച്ചതും ഇനി വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു.